ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ചാനൽ 100 സബ്സ്ക്രൈബേഴ്സായി. ഐ എം സോ ഹാപ്പി. താങ്ക് യു ഫോർ യുവർ വണ്ടർഫുൾ കോൺട്രിബ്യൂഷൻ. സോ അത് ജസ്റ്റ് റെക്കോർഡ് ചെയ്ത്. ഓക്കെ, ബൈ. രാവിലെ എണീറ്റ് ഇങ്ങനെ പുറത്തെ വ്യൂ കാണാൻ എന്ത് രസമാണെന്നോ. ഫുൾ മൈൻഡ് നമ്മുടെ റിഫ്രഷ് ആകും. നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോ കണ്ടായിരുന്നോ? എല്ലാവർക്കും ഇഷ്ടമായോ? കാണാത്തവരൊന്ന് പോയി കാണണേ. നിങ്ങൾ എത്ര പേർക്കാണ് കാപ്പിയും ചായയും ഒക്കെ ഇഷ്ടം? എനിക്കങ്ങനെ വേണമെന്നൊന്നുമില്ല. എനിക്ക് പാല് തന്നെ കുടിക്കാനാണ് ഇഷ്ടം. അതിൻ്റെ കൂടെ കുറച്ച് ഹോർലിക്സും കൂടെ ആയാലോ രസമല്ലേ? പിന്നെ ഇന്ന് എന്തുണ്ടാക്കും? ഏത്തയ്ക്ക കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഇനിയും വെച്ചുകൊണ്ടിരുന്നാൽ അത് കേടാകും. സോ ഞാൻ ഇന്ന് ഏത്തയ്ക്ക ഇങ്ങനെ മുറിച്ച് മറ്റേ എണ്ണയിലോ അല്ലെങ്കിൽ നെയ്യിലോ ഇട്ടിട്ട് വറുക്കാമെന്ന് വിചാരിച്ചു. പണ്ട് എനിക്ക് അമ്മ അങ്ങനെ ചെയ്തു തരുമായിരുന്നു. പക്ഷെ അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചാരം കൂടെ ഇടുമായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങളങ്ങനെ കഴിച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മളിങ്ങനെ ഏത്തയ്ക്ക അരിയുമ്പോൾ ചെറുതായിട്ട് അരിയുവാണെങ്കിൽ അത് പെട്ടെന്ന് വേവും. ആൻഡ് നമ്മൾക്ക് കുറേ ഏത്തയ്ക്ക സ്ലൈസസ് കഴിക്കാനുള്ള പോലെ തോന്നും. ഞാനാണെങ്കിൽ ഇന്ന് ഏത്തയ്ക്കയും പോംഗ്രാനൈറ്റും ആൻഡ് സൈഡിലിരിക്കുന്നത് ഞാൻ ബ്രെഡിൽ നെയ്യും പാലും ആഡ് ചെയ്താട്ടോ. ഞാൻ ആലോചിക്കുമായിരുന്നു, അടുത്ത ആഴ്ച എനിക്ക് എക്സാംസാണ്, അതും രാവിലെ 8 മണിക്കൊക്കെ. കുറച്ച് മഞ്ഞൊക്കെ കുറഞ്ഞായിരുന്നെങ്കിലോ എന്ന്. ഇനി നമുക്ക് കുറച്ച് നേരം TV കാണാം. എനിക്കിങ്ങനെ ആനിമേഷൻ മൂവീസൊക്കെ കാണുന്നത് ഇഷ്ടമാണ്. ഇത് കണ്ടോ? ഞാൻ പാത്രം കഴുകാൻ പോയപ്പോഴത്തേക്കും അവിടെ ഒരു അണ്ണൻ ഇരിക്കുന്ന എന്തോ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ആലോചിക്കുമായിരുന്നു, ഇതിന് തണുപ്പൊന്നുമില്ലേ? പാവം, എന്തുമാത്രം തണുപ്പ് കൊള്ളുന്നുണ്ടായിരിക്കും. അങ്ങനെ റൂമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അവൻ റാപ്പ് ഉണ്ടാക്കാൻ തുടങ്ങി. ഞാൻ സവാളയൊക്കെ അരിഞ്ഞു കൊടുത്ത കാരണം എനിക്കും ഒരു റാപ്പ് കഴിക്കാൻ കിട്ടി. നല്ല ടേസ്റ്റായിരുന്നു. അത് കണ്ടോ? ഒരു ട്രക്ക്. അതെന്താണെന്ന് വെച്ചാൽ റോഡിൽ ഉപ്പിടുന്ന ട്രക്കാണ്. ഉപ്പ് വെള്ളത്തിൻ്റെ ഫ്രീസിങ് പോയിൻ്റ് കുറച്ച് ഐസ് മെൽറ്റാവാൻ സഹായിക്കും. ഞാൻ രാവിലെ കണ്ടു തുടങ്ങിയ ആ ആനിമേഷൻ മൂവിയിലെ അത് ബാക്കി കാണാമെന്ന് വെച്ചു. കുറച്ച് നേരത്തേക്കും ചേട്ടൻ വന്നു. എനിക്കാണെങ്കിൽ ഇന്നാണെങ്കിൽ 100 സബ്സ്ക്രൈബേഴ്സ് ആയി. എന്താ പറ, ഗുഡ് എന്ന് പറ. നല്ല കാര്യം പറ, നല്ല കാര്യം പറ. എങ്ങനെ അത് അടുത്ത ആഴ്ചയല്ലേ പഠിക്കും. ഞാൻ ചേട്ടന് സോസേജ് ഉണ്ടാക്കി. പിന്നെ ഇന്നലത്തെ പയറും ചോറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. സീ ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. ബൈ.